അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരൊറ്റ നിമിഷം കൊണ്ട്, നിമിഷാർദ്ധം കൊണ്ട് ഉരുകിത്തീർന്ന ഒരു നഗരമുണ്ട് ലോകത്ത്. ആധുനിക വിജ്ഞാനം അധാർമിക ഭരണാധികാരികളുടെ കൈകളിലെത്തിയാൽ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന നാശത്തിൻ്റെ നേർചിത്രമാണ് ഈ നഗരങ്ങൾ. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയ്ക്ക് മുകളിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പതിയുമ്പോൾ ആ നഗരം ഉണർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബോംബ് പൊട്ടിയ ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന താപനില സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനിലയേക്കാൾ കൂടുതലായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് കിലോമീറ്ററുകളോളം ചുറ്റളവുള്ള ഒരു പ്രദേശം മുഴുവൻ, ആ പ്രദേശത്തെ മനുഷ്യരും മൃഗങ്ങളും കെട്ടിടങ്ങളും എല്ലാം ചാരമായി മാറി. ഹിരോഷിമയിലും 3 ദിവസത്തിന് ശേഷം നാഗസാക്കിയിലും ഒരൊറ്റ നിമിഷം കൊണ്ട് 1.5 ലക്ഷം മനുഷ്യരാണ് ചാരമായി മാറിയത്. മാസങ്ങൾക്കിപ്പുറം മരണസംഖ്യ 2 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും സാധാരണക്കാരുമായിരുന്നു. എന്നാൽ ആ ദുരന്തം അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ബോംബ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് അതിലും വലിയ നരകത്തിലൂടെയാണ് കടന്നുപോയത്. കറുത്ത മഴയായും അന്തരീക്ഷ വായുവായും കലർന്ന റേഡിയേഷൻ അവരുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകൊണ്ടേയിരുന്നു. രക്തം ഛർദ്ദിച്ചും തൊലിയുരിഞ്ഞുപോയും വിചിത്രമായ അർബുദങ്ങൾ ബാധിച്ചും 10,000-ങ്ങൾ പിന്നീട് മരണത്തിന് കീഴടങ്ങി. എന്നാൽ ഏറ്റവും ക്രൂരമായ വശം, അണുബോംബിൻ്റെ റേഡിയേഷൻ ആ തലമുറയെ മാത്രമല്ല ബാധിച്ചത്. മനുഷ്യ DNA-കളിലുണ്ടായ വ്യതിയാനങ്ങൾ കാരണം പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങളും അന്ധതയും രോഗങ്ങളും തുടർക്കഥകളായിക്കൊണ്ടേയിരുന്നു. ഒരു ഭരണാധികാരിയുടെ ധാർമ്മികതയില്ലാത്ത ഒരു തീരുമാനം ജനിക്കാനിരിക്കുന്ന തലമുറകളുടെ പോലും ഭാഗധേയത്വം മാറ്റിമറിച്ചു കളഞ്ഞിരിക്കുന്നു. ആധുനിക അറിവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ അണുബോംബുകൾക്ക് ശത്രുവായ സൈനികനും നിരപരാധിയായ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അത് നന്മയും തിന്മയും നോക്കാതെ സർവ്വതിനെയും നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഇത്തരം കൂട്ടനശീകരണ ആയുധങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാകുന്നത്. അറിവുണ്ടായിരിക്കുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും മൂല്യവത്തായ ഒന്നാണ്. എന്നാൽ അറിവിനൊപ്പം അല്ലാഹുവിനെക്കുറിച്ചുള്ള ഭയവും തഖ്വയും ധാർമ്മികതയും ഇല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും വലിയ ക്രൂരനായി മാറുന്നതിൻ്റെ നിത്യസ്മാരകങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും.